In this video, we'll be discussing about the folding of embryo. So, folding of embryo, it is a significant process which leads to the formation of the primitive form of the embryo. And it is a process by which the flat embryonic disc is converted into a cylindrical shape. Okay. And this is one of the viva stations in your anatomy exam. You will be given charts and you will have to explain this to the examiner. And the things you have to keep in mind while learning folding of embryo is the relative positions of certain structures before folding and after folding. Okay. And this folding is divided into craniocaudal folding and lateral folding. As I told earlier, the cephalocaudal folding occurs due to the rapid growth of the neural tube. Okay. Now, neural tube is lying here. And this neural tube will be growing rapidly. Now, ഏതൊരു സംഭവവും ആൻഡ് ദിസ് ന്യൂറൽ ട്യൂബ് ഇവിടെ ഒരു സ്മോൾ സ്പേസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു സ്പേസിൽ ഇപ്പം നിങ്ങളുടെ മുറിയിൽ നിങ്ങളൊരു മുള എന്തെങ്കിലും വളർത്തുകയാണെങ്കിൽ അത് ആ റൂമിൻ്റെ ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അത് ബെൻഡ് ചെയ്യും. സിമിലർലി ഈ ന്യൂറൽ ട്യൂബ് ഈ ഒരു സ്പേസിൽ ഇങ്ങനെ എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഇസ് എ സ്മോൾ സ്പേസ്. സോ ദിസ് ന്യൂറൽ ട്യൂബ് വോണ്ട് ബി ഏബിൾ ടു സ്റ്റേ ഹിയർ ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ അണ്ടർഗോ എ ബെൻഡ് വെൻട്രലി. ഇതൊന്ന് വെൻട്രലി ബെൻഡ് ചെയ്യും. അപ്പോൾ ഇവഞ്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സെപ്റ്റം ട്രാൻസ്വേഴ്സം ആൻഡ് ദിസ് കാർഡിയോജനിക് ഏരിയ ആൻഡ് ദ ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ, ഓൾ ദിസ് വിൽ ഹാവ് ടു റീപൊസിഷൻ ദംസെൽസ്. ഇവർ ഇങ്ങനെ വെൻട്രലി മാറിക്കൊടുക്കേണ്ടി വരും. ഓക്കെ. ഒരു ഫോൾഡിങ് നടക്കുന്നതിന് മുൻപുള്ള എംബ്രിയോയിൽ ആസ് യു ക്യാൻ സി ക്രേനിയൽ മോസ്റ്റ് പാർട്ടിൽ സെപ്റ്റം ട്രാൻസ്വേഴ്സും ആണുള്ളത്. ഈ സെപ്റ്റം ട്രാൻസ്വേഴ്സത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? നമ്മളുടെ ഡയഫ്രം ഉണ്ടാകുന്നത്. അതിനുശേഷം ദ പെരിക്കാർഡിയൽ ക്യാവിറ്റി ആൻഡ് ദ ഡെവലപ്പിംഗ് ഹാർട്ട് ഇസ് ഹിയർ വിച്ച് ഇസ് എ കാർഡിയോജനിക് ഏരിയ. പിന്നെ ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ക്രേനിയൽ പാർട്ടിൽ എന്തിനു മുന്നേ, അതിൻ്റെ ഫോൾഡിങ്ങിന് മുന്നേ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഈ ന്യൂറൽ ട്യൂബ് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യണ സമയത്ത് എന്താ സംഭവിക്കുക? ഇതിങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഈ സ്ട്രക്ചേഴ്സിന് അവരെ തന്നെ വെൻട്രലി റീപൊസിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹെഡ് ഫോൾഡിന് ശേഷം സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക എങ്ങനെയായിരിക്കും? ഇവിടെ സെപ്റ്റം ട്രാൻസ്വേഴ്സം വെൻട്രലി വന്ന് ഹാർട്ട് ട്യൂബിന് താഴെയായിട്ട് വന്നു. ഓക്കെ. ഇപ്പം നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഹാർട്ടിന് താഴെയാണ് ഡയഫ്രം ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഹാർട്ട് ട്യൂബിന് താഴെയായിട്ട് വെൻട്രലി സെപ്റ്റം ട്രാൻസ്വേഴ്സം വന്നു. ഇനി ഹാർട്ട് ട്യൂബും ഇങ്ങനെ വെൻട്രലി റീപൊസിഷൻഡായി. ഇവിടെ സ്റ്റോമോഡിയവും ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിനും ഒക്കെ ഇവിടെ ഉണ്ടായി. ഇതാണ് ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ. അതിന് ഏകദേശം ഓപ്പോസിറ്റായിട്ട് എക്ടോഡേമിൽ ഉണ്ടാവുന്ന ഒരു ഓറൽ പിറ്റ് എന്നാണ് പറയുന്നത് സ്റ്റോമോഡിയത്തിന്. അപ്പം ഈ സ്റ്റോമോഡിയം ഇസ് ആക്ച്വലി ഓറൽ പിറ്റ്. അത് പിന്നെ ഓറൽ ക്യാവിറ്റി ആയിട്ട് മാറും, അല്ലെ മൗത്തായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഫ്ലോർ ആയിട്ടായിരിക്കും ഈ ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ ഉണ്ടാകുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 4th വീക്ക് ഓഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ആകുമ്പോൾ ഈ ബക്കോഫെറിഞ്ചിയൽ, അതായത് കുറച്ചങ്ങ് പോകുമ്പോൾ ഈ ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ റപ്ചർ ചെയ്തിട്ട് ഈ സ്റ്റോമോഡിയത്തിന് ഡയറക്റ്റ് ആയിട്ട് ഫോർഗട്ടുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും. ഈ യോക്ക് സാക്കിൻ്റെ ഒരു പാർട്ട് ഈ ക്രേനിയൽ ഫോൾഡിങ്ങിൻ്റെ സമയത്ത് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് അത് ഫോർഗട്ട് ഫോം ചെയ്യും. ഓക്കെ, അതാണ് ഈ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ റപ്ചർ ചെയ്യുന്ന സമയത്ത് സ്റ്റോമോഡിയം ഡയറക്റ്റ്ലി ഫോർഗട്ടുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും. ഓക്കെ. ഇനി ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഹാർട്ടിന് താഴെ ഡയഫ്രം ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ആ ഒരു ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ്റെ തൊട്ട് താഴെ ഹാർട്ട് വന്നിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല, അല്ലേ? നമുക്ക് ഓറൽ ക്യാവിറ്റി കഴിഞ്ഞിട്ട് എന്തുണ്ട്? നെക്കിൻ്റെ പോർഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഹാർട്ടൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫെറിഞ്ചിയൽ ആർച്ചസ് ഒക്കെ വന്ന് ആ നെക്കിന് ഉള്ള ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന് ഈ ഹാർട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഒരു പ്രോപ്പർ ഹ്യൂമൻ ബോഡിയിൽ എവിടെയാണോ അതിൻ്റെ പൊസിഷൻ അങ്ങോട്ട് റീപൊസിഷൻഡ് ആവുകയാണ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഈ ക്രേനിയൽ ഫോൾഡ് നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ക്രേനിയൽ പാർട്ട് ഓഫ് ദ ന്യൂറൽ ട്യൂബ് റാപ്പിഡ്ലി ഇലോങ്ങേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കോഡൽ പാർട്ട് ഓഫ് ദ ന്യൂറൽ ട്യൂബും റാപ്പിഡ്ലി ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ക്ലോസ്ഡ് സ്പേസിൽ ഇതിന് നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതും ബൾജ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള സ്ട്രക്ചേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരും? മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരും വെൻട്രലി മൂവ് ചെയ്യും.
അങ്ങനെ എന്താ സംഭവിക്കുക, ഈ അലൻറ്റോയിഡ് ഡൈവേർട്ടിക്കുലം എന്ത് ചെയ്യും, ഹൈൻകട്ടിൻ്റെ ടെർമിനൽ പാർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, ക്ലോയേക്കൽ മെംബ്രെയിനും വെൻട്രലി മൂവ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോഡൽ ഫോൾഡിങ്ങിൽ അല്ലെങ്കിൽ ടെയിൽ ഫോൾഡിൽ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ ക്രേനിയൽ ഫോൾഡിങ് പറഞ്ഞപ്പോൾ അവിടെ സ്റ്റോമോഡിയം എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ കോഡൽ പോർഷനിൽ പ്രൊക്ടോഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇത് സിമിലർലി അവിടെ നമ്മൾ പറഞ്ഞത് ഒരു എക്ടോഡേമിൽ ഉണ്ടാവുന്ന ഒരു ഡിപ്രഷൻ ആണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എക്ടോഡേമിൽ കാണുന്ന എക്ടോഡേം ലൈൻഡ് ആയിട്ടുള്ള ഡിപ്രഷനാണ് പ്രൊക്ടോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് ഫോംസ് എ പ്രിമിറ്റീവ് ഏനൽ പെറ്റ്. ഓക്കെ, ഇനി ഒരു 7th വീക്കൊക്കെ ആവുന്ന സമയത്ത് ഈ ഏർലി ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ദിസ് പ്രൊക്ടോഡിയം ഇസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഹൈൻഗട്ട് ബൈ ദ ക്ലോയേക്കൽ മെംബ്രെയിൻ. ഒരു 7th വീക്കൊക്കെ ആകുമ്പോൾ ദിസ് ക്ലോയേക്കൽ മെംബ്രെയിൻ വിൽ ബി റപ്ചറിങ്. സോ ദ പ്രൊക്ടോഡിയം വിൽ ഹാവ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി ഹൈൻഗട്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോൾഡിംഗ് ഒക്കെ കംപ്ലീറ്റഡ് ആയ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക, ദ എംബ്രിയോ വിൽ ബി ഫ്ലോട്ടിംഗ് ഇൻ ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ. അപ്പോൾ എംബ്രിയോ എന്ത് ചെയ്യും, ഈ സ്റ്റോമോഡിയം വഴി വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ പ്രിമിറ്റീവ് മൗത്ത്, എന്ത് സംഭവിക്കും, എംബ്രിയോ വിൽ ഇൻജസ്റ്റ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഇവിടെ ചുറ്റും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഇൻജസ്റ്റിംഗ് ദിസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. എന്നിട്ട് അത് ഫോർഗട്ട് എത്തി പിന്നെ ഹൈൻഗട്ട് വഴി പ്രൊക്ടോഡിയം വഴി പുറത്തേക്ക് പോകും. ഓക്കെ, യൂറിനായിട്ട് എക്സ്ക്രിറ്റ് ചെയ്യും ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ. അപ്പം ഈ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷൻ അങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മൾ നേരത്തെ കണ്ടിരുന്ന സ്ട്രക്ചേഴ്സൊക്കെ റീപൊസിഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് ഫോൾഡിന് മുന്നേ ക്രേനിയൽ ടു കോഡൽ ഫസ്റ്റ് സെപ്റ്റം ട്രാൻസ്വേഴ്സും ആയിരുന്നു. പിന്നെ ദ കാർഡിയോജനിക് ഏരിയ വാസ് ദെയർ, ദെൻ ദ ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിൻ വാസ് ദെയർ, ദെൻ neural tube was there, notochord was there, then primitive node and the primitive streak and all was there, then the cloacal membrane and the allantoid diverticulum. Okay, now after these all folding happened, ventral to the gut we can see stomodium and the buccopharyngeal membrane, then the cardiogenic area, then the septum transversum and the allantoid diverticulum. ഓക്കെ, ദെൻ ഡോർസൽ ടു ദ ഗട്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് വെൻട്രൽ ടു ദ ഗട്ട് ക്രേനിയൽ ടു കോഡൽ ആയിരുന്നു. ഇനി ഡോർസൽ ടു ദ ഗട്ട് ക്രേനിയൽ ടു കോഡൽ വരാണെങ്കിൽ ന്യൂറൽ ട്യൂബ് ഇവിടെ ഉണ്ട്, പിന്നെ എന്തുണ്ട്, പ്രിമിറ്റീവ് സ്ട്രീക്ക്, പ്രിമിറ്റീവ് നോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, നോട്ടോകോഡ് ഉണ്ട്. ദെൻ ക്രേനിയൽ ടു ഗട്ട് ബ്രെയിൻ വെസൈക്കിൾസ്. ഈ ന്യൂറൽ ട്യൂബ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇപ്പം നിങ്ങൾ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് കുറേ വെസൈക്കിളൊക്കെ ഫോം ചെയ്യും, അതൊക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്രേനിയൽ ടു ഗട്ട് ബ്രെയിൻ വെസൈക്കിൾസും കോഡൽ ടു ഗട്ട് പ്രോക്ടോഡിയവും ഉണ്ടാവും. സോ ദീസ് ആർ ദ പോയിന്റ്സ് വിച്ച് യു ഹാവ് ടു നോട്ട് വൈൽ യു ആർ സ്റ്റഡിയിങ് ദ ഫോൾഡിങ് ഓഫ് എംബ്രിയോ. പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ കോറിലേഷനായിട്ട് ഇതിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സ് അതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഫോൾഡിങ് ഓഫ് എംബ്രിയോ. Then the next is the lateral folding. So during lateral folding what happens is that there will be right and left lateral fold, and these lateral folds will move to the midline and they will fuse in the midline forming the anterior abdominal wall. Okay, now with the fusion of these right and left lateral folds, the communication between the gut tube and the yolk sac is narrowed to form the vitellointestinal duct. Okay, then as the embryo folds on itself and the amniotic cavity expands and completely surrounds the embryo, now the embryo is floating in the amniotic fluid. Due to the expansion of the amniotic cavity, the extraembryonic coelom gets obliterated and amnion will form the covering of the umbilical cord. Okay, and ഈ lateral foldന്റെ cause എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is due to the rapid growth of the somites. Okay, the cephalocaudal folding was due to the rapid growth of the neural tube, while lateral folding is due to the rapid growth of the somites. സോമൈറ്റ്സിൻ്റെ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇവരിങ്ങനെ ബൾജ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ ഫോൾഡ്സ് ഉണ്ടാവുന്നു, മിഡ് ലൈനിൽ വന്ന് ഫ്യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ ഒരു അംബ്ലിക്കൽ റിങ്ങിലൂടെ ആയിരിക്കും വിറ്റലോ ഇൻറ്റസ്റ്റൈനൽ ഡക്റ്റൊക്കെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സെഫാലിക് ഫോൾഡ് പറയുന്ന സമയത്ത് നമ്മൾ പാർട്ട് ഓഫ് ദ യോക് സാക് ഗെറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ എംബ്രിയോ ആൻഡ് ഫോംസ് ദ ഫോർഗട്ട് എന്ന് പറഞ്ഞു. അതുപോലെ കോഡൽ ഫോൾഡ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പാർട്ട് ഓഫ് ദി
yolk sac gets incorporated and forms a hindgut. അതുപോലെ lateral foldന്റെ സമയത്തും part of the yolk sac gets incorporated എന്നിട്ട് അത് midgut എന്നാണ് യൂഷ്വലി പറയുക. അപ്പോൾ primitive gut is usually formed from the yolk sac which gets incorporated into the embryo during this fold. Okay. എന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഇവിടെ സ്റ്റോമോഡിയം ഉണ്ട്, പിന്നെ അതേപോലെ ഇവിടെ പ്രൊക്ടോഡിയം ഉണ്ട്. അപ്പം ക്ലോയിക്കൽ മെംബ്രെയിനും ബക്കോഫെറിഞ്ചിയൽ മെംബ്രെയിനും റപ്ചർ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോമോഡിയത്തിന് ഫോർഗട്ടുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും, പ്രൊക്ടോഡിയത്തിന് ഹൈൻഗട്ടുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. So the effects of the folding of embryo is that the flat embryonic disc has converted into a cylindrical form and the ectoderm is now forming the outer covering of the embryo and the embryo is now floating in the amniotic fluid. Okay. And the part of an embryonic sac is incorporated into the embryo to form the primitive gut. And the cranial end of the gut is now separated from the stomodium. Stomodium is the mouth. Okay. So this buccopharyngeal membrane will be forming the floor of the stomodium. This stomodium is the depression in the ectoderm which will be seen near to the buccopharyngeal membrane. Then and caudal end of the proctodium is separated from the primitive gut by the cloacal membrane. Then the connecting stalk is attached to the ventral aspect of the embryo and allantois is attached to the terminal part of the hindgut. And here the head is forming most of the cranial part of the embryo and the heart tube is now lying dorsal to that of the pericardial cavity and the septum transversum is lying caudal to the primitive heart tube and the pericardial cavity, and the depression formed in the cranial part is separated from the foregut by the buccopharyngeal membrane. So the defects which are correlated with this is omphalocele and gastrocases. So gastrocases is a congenital defect of the anterior abdominal wall in which the intestinal contents will protrude outside the abdomen through a defect which is usually towards the right side of the umbilicus. Okay. And omphalocele is a congenital anomaly in which the abdominal viscera herniate through the umbilical cord and will be covered by a membranous sac. So, the things you have to keep in mind is the relative positions of the structures before and after the folding and the causes for this craniocaudal fold and the lateral folding. Then, remember that all of these foldings are occurring simultaneously and they will converge. Okay. For convenience, we will be explaining it differently, but all these folding are occurring simultaneously. And the cause for the craniocaudal fold is the rapid growth of the neural tube, whereas the cause for the lateral folding is due to the rapid growth of the somites. Okay.